പറഞ്ഞല്ലോ, ദൈവം തമ്പുരാൻ ഭൂമിയിൽ വന്ന് മനുഷ്യന്മാരെ സഹായിക്കുന്നു. ആ ദൈവം അയച്ചൊരു മാലാഖയാണ് മാം, നീതു മാം. നമ്മളെ പോലുള്ളവർക്ക് വേണ്ടി ദൈവം തന്നതാ. നീതൂസും ദൈവവും കൂടെ ഉണ്ടെങ്കിൽ ഓയിട്ട് ഉറപ്പാ. ഞാൻ വേറെ അക്കാഡമി പഠിച്ചിട്ടുണ്ട്. ആ അക്കാഡമി ഒന്നും ഇതിന്റെ അടുത്ത് ഒന്നുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി സപ്പോർട്ട്. എനിക്ക് പറയാൻ സത്യമായിട്ടും വാക്കില്ല. നീതൂസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു പോകും. കാരണം അതുപോലത്തെ ട്രെയിനിങ് ആണ്, അസാധ്യ ട്രെയിനിങ്. ആ മാമിന്റെ ഒരു ഫുൾ എനർജി ആൻഡ് എന്തൂസിയാസം ആ ഫുൾ ടീമിനുണ്ട് കേട്ടോ. നീതൂസ് അക്കാദമി മാത്രമേ ഒയിറ്റയ്ക്ക് പെർഫെക്റ്റ് എന്നേ പറയാനുള്ളൂ. നമ്മളൊന്ന് ഡൗൺ ആയിരിക്കുമോ മാമിന്റെ ക്ലാസ് നമുക്ക് എന്തോ ഒരു എനർജി അത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്നെ പോലെ സ്പീക്കിങ്ങിന് ഇങ്ങനെ പറയാൻ പറ്റാത്ത കുട്ടികൾ ഒരുപാട് OIT ട്രൈ ചെയ്യാൻ മടിച്ചു നിൽക്കുന്നവരുണ്ട്. അവരോട് പറയുക, നമുക്ക് വേണ്ടിയുള്ളവരാണ് ഇതാണ് നീതൂസ്, നമ്മളെ പോലുള്ളവർക്കുള്ളതാണ്. ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം, എന്തായാലും കിട്ടും. ടീച്ചേഴ്സിന്റെ ഹാർഡ് വർക്ക്, ടീച്ചേഴ്സാണ് സത്യം പറഞ്ഞാൽ പിള്ളേരെക്കാളും കൂടുതൽ അവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. നമ്മളെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അതുപോലെ റെഡി ആയിട്ട് നിൽക്കുകയാണ് മാം. Good evening. I'm so excited to see you all in this platform. അല്ലെ, എല്ലാ ദിവസവും ക്ലാസ്സിൽ പറയണ പോലെ അല്ല അല്ലെ, എല്ലാ ദിവസവും നമ്മള് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും പറയാറുണ്ട് അല്ലെ, വിന്നേഴ്സ് മീറ്റിൽ എനിക്ക് കാണണം, വരണം അല്ലെ. അതെ, ഇന്ന് ആ പറഞ്ഞ ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് വന്നേക്കുവാ അല്ലെ. ഭയങ്കര എക്സൈറ്റഡ് ആണ്, നിങ്ങൾ എക്സൈറ്റഡ് ആണ്. അറ്റ് ദ സെയിം ടൈം ഞാൻ അതിനേക്കാൾ എക്സൈറ്റഡ് ആണ് നിങ്ങളെ ഇത്ര ഹാപ്പി ആയിട്ട് ഇവിടെ കാണാൻ പറ്റിയതില്. റിയലി ഗോഡ് ബ്ലെസ് യു ഓൾ അല്ലെ. ഇറ്റ് വാസ് സച്ച് എ വണ്ടർഫുൾ ജേർണി. നിങ്ങൾ ഔട്ട്സൈഡ് ക്രാഷിൽ പഠിച്ച, എക്സാം ബാച്ചിൽ പഠിച്ചവരുണ്ട്, 3 month ട്രെയിനിങ് പ്രോഗ്രാം എടുത്തവരുണ്ട് അല്ലെ. അതെ, ഇതൊരു മിക്സ്ഡ് ആണ് സ്റ്റുഡൻസ്. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. യെസ്, സെൽമ സേവിയർ, ഹൗ ഡു യു ഫീൽ നൗ? മാം എന്താ പറയണ്ടെന്ന് സത്യമായിട്ട് അറിയത്തില്ല. അത്രയും സന്തോഷമുണ്ട്. എനിക്ക് റിക്കേർഡ് സ്കോർ കിട്ടി. നീതൂസ് അക്കാഡമിക്ക് എൻ്റെ ടീമിന് ഞാൻ താങ്ക്സ് പറയുവാണ് ഈ ടൈമില്. ജേർണി തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കു എന്ന് പറയുന്ന ഒരു സാറിനെയാണ് ഞാൻ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സണ്ണി സാറിന്റെ ഗ്രാമർ ക്ലാസ് 3 ദിവസം ഉണ്ടായിരുന്നുള്ളെങ്കിലും അത് അടിപൊളി ക്ലാസ് ആയിരുന്നു. പിന്നെ മാമിന്റെ 2 ദിവസം എക്സാം ക്രാഷ് അല്ലേ? യെസ് മാം, ക്രാഷ് കോഴ്സ് ആണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. പിന്നെ സണ്ണി സാറിന്റെ ക്ലാസ്, പിന്നെ മാമിന്റെ ഇൻട്രൊഡക്ടറി ക്ലാസ് 2 ദിവസത്തത്, അത് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ മാമിന്റെ മോട്ടിവേഷൻ, അത് ഒന്നും പറയാനില്ല, അത് ശരിക്കും ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. പിന്നെ അശ്വതി മാമിന്റെ ഇതിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അശ്വതി മാമിന്റെ എല്ലാ ദിവസത്തെയും മോട്ടിവേഷൻ നമ്മളിങ്ങനെ ഉന്തിത്തള്ളി നമ്മളൊന്ന് പുറകോട്ട് പോകുമ്പോ മാം നമ്മളെ വലിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ഇതായിരുന്നു. പിന്നെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസണിങ്, ലിൻഡ മാമിന്റെ ക്ലാസ്, പിന്നെ റീഡിങ് പറയണ്ടല്ലോ, വിനോദ് സാറിന്റെ ക്ലാസ് ഒന്നും പറയാനില്ല. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് എന്റെ ഇൻഡിവിജ്വൽ ട്യൂട്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നത് അശ്വതി മാം ആയിരുന്നു റൈറ്റിങ്ങിന് ഉണ്ടായിരുന്നത്. പിന്നെ നയന മാം, രേഖ മാം, ഇവരെല്ലായിരുന്നു എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തത്. മാം ഒത്തിരി താങ്ക്സ്, 1000 നന്ദി പറയുക. ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം അല്ലെ. നിങ്ങളിപ്പം സെൽമ പറഞ്ഞു 1 month എക്സാം ക്രാഷിനാണ് സെൽമ ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞു അല്ലെ. അതെ, അപ്പൊ ഇതൊരു അല്ലെ പല സ്റ്റുഡൻസിനും ഉള്ള ഒരു ഡൗട്ടാ അല്ലെ. 1 month നമ്മൾ ഒരു സ്ഥലത്ത് പോയി ജോയിൻ ചെയ്യാണ്, ലൈവ് ക്ലാസ്സസ് ആണ് അല്ലെ. അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യും, അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഒരുപാട് സ്റ്റുഡൻസിനുണ്ട് അല്ലെ. പക്ഷെ ഈ 1 മാസം ഒരു ദിവസം പോലും മാറി നിൽക്കാതെ കംപ്ലീറ്റ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് അത് ചെയ്തു പോയപ്പോ യു ക്രാക്ക്ഡ് ഇറ്റ് അല്ലെ. അതിന്റെ ഒരു കാരണം എന്താ? യു ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ, ശരിയല്ലേ? നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു നാളത്തേക്ക് വെച്ചേനെ, ശരിയല്ലേ? ഇവിടത്തെ ഒരു പ്രത്യേകത, ഐ എം നോട്ട് ഗിവിംഗ് എനി ഓപ്ഷൻ. പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ അക്കാഡമി പഠിച്ചിട്ടുണ്ട്. ആ അക്കാഡമി ഒന്നും ഇതിന്റെ അടുത്ത് ഒന്നുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി സപ്പോർട്ട്. എനിക്ക് പറയാൻ സത്യമായിട്ടും വാക്കിയില്ല, അത്ര മേലാണ് നമ്മുടെ ആ ഒരു എഫക്റ്റ് വന്നേക്കുന്നത്. അത്രയും പറയാൻ വയ്യമ്മ, അത്രയ്ക്കുണ്ട്. എനിക്കറിയില്ല എന്താ പറയണ്ടേ, മനസ്സിലായി. കാരണം നമ്മളൊരു ഫാമിലി എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു നമ്മുടെ ജീവൻ. ഒന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒത്തിരി സന്തോഷം സെൽമ. സോ എക്സാം ക്രാഷിൽ വന്നു, 4 ആഴ്ചത്തെ ജേർണി വിത്ത് നീതൂസ്. ഫൈനലി യു ക്രാക്ക്ഡ് ഇറ്റ്. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, യെസ് രാജി ബാബു. യെസ് രാജി, ടെൽ മീ രാജി. ഹായ് മാം. ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഒത്തിരി എക്സൈറ്റഡ് ആണ് മാം.
കഴിഞ്ഞ 3 മാസമായിട്ട് കേട്ടോണ്ടിരുന്ന മാമിന്റെ സൗണ്ടും കണ്ടോണ്ടിരുന്ന മാമിന്റെ ഫേസും ഇങ്ങനെ വന്നിരുന്ന് കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ഒരുപാട് സ്വപ്നം കണ്ടായിരുന്നു ഇങ്ങനെ വന്നിരിക്കണമെന്ന്. Okay. മാമിനോടും ദൈവത്തോടും ഒത്തിരി നന്ദി. ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിനും ഞങ്ങളെ പോലെയുള്ള പിള്ളേരെ പഠിപ്പിച്ച് ജയിപ്പിക്കുന്നതിനും പറയാതിരിക്കാൻ പറ്റില്ല മാം. ഇതൊരു വെഞ്ചർ തന്നെയാണ്. കാരണം ഞങ്ങളെ പോലെ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്ന 6 ദിവസം ജോലി ചെയ്ത് വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും എല്ലാം നോക്കി ഇരിക്കുന്ന ആൾക്കാർക്ക് പഠിക്കാൻ ഒട്ടും സമയമില്ല. പക്ഷേ നീതൂസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു പോകും. ഞാൻ എന്റെ കൂടെ ഉള്ളവരോടൊക്കെ പറയായിരുന്നു, പഠിച്ചു പോകും. കാരണം അതുപോലത്തെ ട്രെയിനിങ് ആണ്, അസാധ്യ ട്രെയിനിങ്. പിന്നെ വെൽ സ്ട്രക്ചേർഡ് എന്ന് തന്നെ വേണം പറയാൻ. ഓരോ ദിവസം എന്ത് ചെയ്യണമെന്ന് നമ്മൾക്ക് മുന്നേ കൂട്ടി പറഞ്ഞു തരും. അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കും. ആ ഒരാഴ്ച ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യാതെ ആ ഒരാഴ്ച കടന്നു പോവില്ല. അപ്പൊ കുഞ്ഞുങ്ങളുണ്ടെങ്കിലും ഡ്യൂട്ടി ഉണ്ടെങ്കിലും എല്ലാം മാറി നിന്ന് നമ്മൾ പഠിച്ചു പോകും മാം. പിന്നെ ട്രെയിനിങ്ങിന്റെ ടൈമിങ് അത് ഭയങ്കര ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ്. പിന്നെ അതുകൂടാതെ ടീച്ചേഴ്സിന്റെ ഹാർഡ് വർക്ക്, ടീച്ചേഴ്സാണ് സത്യം പറഞ്ഞാൽ പിള്ളേരെക്കാളും കൂടുതൽ അവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. നമ്മളെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അതുപോലെ റെഡി ആയിട്ട് നിൽക്കുകയാണ് മാം. ആ മാമിന്റെ ഒരു ഫുൾ എനർജി ആൻഡ് എന്തൂസിയാസം ആ ഫുൾ ടീമിനുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും മോട്ടിവേഷൻ ആണ് നമ്മുടെ ഓരോ ടീച്ചേഴ്സും നമുക്ക് വേണ്ടി ഇടുന്നത്. കാരണം ഓരോ ദിവസം ടീച്ചേഴ്സ് വിളിക്കുമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ റെഡിയായി നിൽക്കുക. വിളിച്ച് പഠിച്ചില്ലെങ്കിൽ രക്ഷയില്ല. അതാണ് നീതൂസിൽ വന്നാൽ ആരായാലും പഠിച്ചു പോകും മാം. പിന്നെ എടുത്തു പറയാനുള്ളത് സണ്ണി സാറിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. സാർ അതുപോലെ മോട്ടിവേഷൻ ആണ്. കാരണം ഞാൻ ആദ്യമായിട്ട് OET എഴുതാൻ വന്ന ഒരാളാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം എഴുതുന്നേ. അപ്പം നമുക്ക് ഈ ടൈമിന്റെ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. ആദ്യത്തെ ക്ലാസ്സുകളിലൊന്നും കയറാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു ട്രാക്കിൽ വീണു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പിന്നെ ഒരു പഠിത്തം തന്നെയായിരുന്നു മാം. അപ്പം സാർ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തു. സണ്ണി സാറ് ഞാൻ എല്ലാ ദിവസവും സാറിന്റെ ക്ലാസ് കഴിഞ്ഞാലും സാറിനെ ഓർക്കും. സാറ് പറഞ്ഞു തന്ന പാഠങ്ങൾ, പിന്നെ അതുപോലെ റൈറ്റിംഗിൽ മാം എടുത്തു തന്ന ഇൻട്രൊഡക്ഷൻ ക്ലാസ്സസ്, അതൊക്കെ മതിയായിരുന്നു. നമ്മൾ മാമിന്റെ വായിന്ന് വീഴുന്ന ഓരോ വാക്ക് പോലും ബുക്കിൽ ഇങ്ങനെ നോട്ട് ചെയ്യും. അപ്പൊ മാം പറയും, ഇതെന്താ ഷോർട്ട് ഹാൻഡ് ആരെ തോപ്പിക്കുമല്ലോ നിങ്ങൾ എന്ന് പറയും. പക്ഷെ നമ്മൾ അതൊക്കെ എഴുതിയെടുത്ത് ഓരോ ദിവസം നമ്മൾ ഇതൊക്കെ വായിച്ചിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഒത്തിരി പ്രഷറുണ്ട്. അതിന്റെ ഇടയ്ക്ക് നിന്ന് ഈ പഠിക്കാനുള്ള ഈ ഒരു മിഡിൽ ഏജ് ക്രൈസിസും അതിന്റെ ഇടയ്ക്ക് നിന്നുള്ള ഒരു മോട്ടിവേഷൻ തന്നത് നീതൂസ് ആണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ മാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ടീച്ചർ എങ്ങനെയാവണമെന്ന് ഉള്ളതിന്റെ ഉത്തമ എക്സാമ്പിൾ ആണ് മാം. പിന്നെ നമ്മളെപ്പം എങ്കിലും തളർന്നു പോകുന്ന ഒരു നിമിഷം ഉണ്ടെങ്കിൽ ഉടനെ നമ്മൾ ടീച്ചേഴ്സ് പറയും, നീതു മാമിന് സ്കോർ അയച്ചു കൊടുക്കണം, നിങ്ങൾ പഠിക്കുക, ചെയ്യുക. ഇത് തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കും മാം. പിന്നെ പറയാനുള്ള അനറ്റ് മാം, സ്പീക്കിങ്ങിന് ഇതുപോലൊരു മാമിന് എവിടെ നിന്ന് ഈ അക്കാഡമി കിട്ടിയെന്ന് എനിക്കറിയില്ല. സ്പീക്കിങ്ങിന് ആ മാം പറയുന്ന ഓരോ വാക്കും അത്രയ്ക്കും വാല്യുബിൾ ലെസൺസ് ആണ് മാം പഠിപ്പിക്കുന്നത്. നമ്മൾ ലേറ്റ് നൈറ്റ് ക്ലാസ്സസിലാണെങ്കിലും എത്ര നമുക്ക് വേണ്ടത് എത്ര ഫ്ലെക്സിബിൾ ആവാനും മാം റെഡി ആയിരുന്നു. പറയാതിരിക്കാൻ പറ്റില്ല മാം. അനറ്റ് മാം ഒരുപാട് നന്ദി. സണ്ണി സാർ, വിനോദ് സാർ റീഡിങ്ങിന് അടിത്തറ പാകിയത്. റീഡിങ്ങിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയത് മാം. കാരണം അതുപോലത്തെ പഠിപ്പീരാണ്. ആദ്യത്തെ ആ ഒരു മാസം റീഡിങ് എങ്ങനെ ഇത് ചെയ്യണം എന്ന് നമ്മളെ പഠിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കി ഫുൾ നമ്മളെ റെഡിയാക്കും. പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് റീഡിങ്. 420 മാം. 420 ആണ്. ലിസണിങ് 410. 410. 2 മൊഡ്യൂളിന് above 400 ആണ് റീഡിങ് ആൻഡ് ലിസണിങ്. റിയലി ഗുഡ്, ഗ്രേറ്റ്. അങ്ങനെ ഒരുപാട് സന്തോഷം മാം. നന്ദി. അത് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നതിനും ഇതുപോലെ ലോകത്തിൽ എവിടെ ഇരിക്കുന്ന പിള്ളേരെ ആണെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാനും. കാരണം നമ്മൾക്ക് പോയി പഠിക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. ഇതിൽ നല്ലൊരു ട്രെയിനിങ് എനിക്ക് കിട്ടാനില്ല. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. രാജി, ഒരുപാട് സന്തോഷം അല്ലെ. നിങ്ങളെ പോലെയുള്ള സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് ആണ് ഓരോ ദിവസവും നീതൂസിനെ ഇങ്ങനെ മുന്നോട്ട് ഇനിയും നന്നായി അല്ലെ, ഇന്നത്തേതിനേക്കാൾ നന്നായിട്ട് നാളെ അല്ലെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ളതിനേക്കാൾ നന്നാവുക എന്നതാണ് ഞാൻ എന്നോട് തന്നെ എപ്പോഴും കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം രാജി. ഗോഡ് ബ്ലെസ് യു. വിൽ മൂവ് ഓൺ വിത്ത് ജോൺ സി. യെസ് ജോൺ സി, ഗുഡ് ഈവനിങ്. Good evening, ma'am. Yes. This was the most awaited moment, ma'am. ഞാൻ നീതൂസി ജോയിൻ ചെയ്യാനുള്ള റീസണും വിന്നേഴ്സ് മീറ്റ് കണ്ടിട്ടാണ് ഞാൻ നീതൂസി ജോയിൻ ചെയ്തത്. ആൻഡ് എന്നും ക്ലാസ്സിൽ ഞാൻ ഇതായിരുന്നു സ്വപ്നം കാണുന്നത്. I want to be a part of the winners meet, and this was my first attempt. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല I will pass. Many a times I thought ഞാൻ ഡ്രോപ്പ് ചെയ്യാം, ബിക്കോസ് എന്നെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. ഡ്യൂട്ടി, വീട്ടിൽ കുഞ്ഞുങ്ങള് പറ്റുന്നില്ലായിരുന്നു. മെനി ആ ടൈംസ് ഞാൻ വിചാരിച്ചു സ്റ്റോപ്പ് ചെയ്യാവുന്ന. ബട്ട് the motivation given by the teachers like Vinod sir, Sunny sir and you ma'am,
ആ മോട്ടിവേഷൻ ആണ് ഈ സ്പിരിറ്റ് ഓൺഗോയിങ് ട്രാക്കിലേക്ക് കൊണ്ടുപോയത്. ആൻഡ് ടീച്ചേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ the personal teachers, the personal tutors, in spite of their busy schedule, നമ്മൾ ഏത് സമയം പറഞ്ഞാലും അവർ ആ സമയം അവൈലബിൾ ആയിരുന്നു. അതായിരുന്നു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ആൻഡ് ആസ് യു ഓൾവേസ് സേ ദാറ്റ് ദിസ് ഇസ് ട്രൂലി എ ബ്ലെസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല മാം. ദിസ് ഇസ് ട്രൂലി എ ബ്ലെസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആൻഡ് മാമിന്റെ മോട്ടിവേഷനെ കുറിച്ച് ഞാൻ എപ്പോഴും ആ വേർഡ്സ് ആണ്, നിങ്ങൾ എപ്പോഴും ഒരു ബി സ്കോർ കാർഡ് നിങ്ങൾ എപ്പോഴും സ്വപ്നം കാണണം എന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നെ പിന്നെയും മുൻപോട്ട് പോകാനായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ജോൺസി. ഇപ്പൊ ജോൺസി പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയപ്പോഴും എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു കാര്യം ജോൺസിക്ക് തോന്നാനുള്ള ഒരു കാരണം എന്താ? ലൈവ് ക്ലാസ് ആയതുകൊണ്ട്. റെക്കോർഡഡ് സെഷൻസ് ആണെങ്കിൽ നമ്മൾ അത് നമ്മുടെ ലാപ്പിൽ കിടക്കും അല്ലെ, നാളെ കാണാം, മറ്റന്നാൾ കാണാം അല്ലെ, അതങ്ങനെ പ്രോകാസ്റ്റിനേറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ഫ്രണ്ടിൽ വേറൊരു ഓപ്ഷൻ ഇല്ലാതെ വരുമ്പോ ഡെഫിനറ്റ്ലി വി ഹാവ് ടു അറ്റൻഡ് അല്ലെ. ഒത്തിരി സന്തോഷം. യെസ് വിൽ കം ഓൺ വിത്ത് അന്നമ്മ. യെസ് അന്നമ്മ. സ്പെഷ്യൽ ആയിട്ട് പറയാനുള്ളത് മാമിന്റെ സപ്പോർട്ടീവ് വേർഡ്സ്. എനിക്ക് മാം പറഞ്ഞ ഫസ്റ്റ് ഒരു കാര്യം, ലൈക്ക് ആസ് ബി, നിങ്ങൾ എനിക്ക് ബി തന്നിട്ട് പൊക്കോ, ബി ഗ്രേഡ് തന്നിട്ട് പൊക്കോ, അത് തന്നെയായിരുന്നു എനിക്ക് മാമിനോട് പറയാനുണ്ടായിരുന്നു. എനിക്ക് ബി ആണ് മാം എന്ന് പറയാനുള്ള ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ദെൻ അശ്വതി മാമിന്റെ സപ്പോർട്ട് പറയാതിരിക്കാൻ പറ്റിയല്ല. ലൈക്ക് വീട്ടിലെ ആൾക്കാർ പാരന്റ്സ് പറയുന്ന പോലെ തന്നെ അശ്വതി മാം പറഞ്ഞു. ഇന്നലെ ഞാൻ സ്കോർ വിളിച്ചു പറഞ്ഞപ്പോഴും മാം അത് തന്നെ പറഞ്ഞേ. ഞാൻ വിചാരിക്കും നിങ്ങൾ എന്ത് വിചാരിക്കും, കുഞ്ഞു പിള്ളേരോട് പറയണ പോലെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കും എന്ന് എനിക്ക് ചിന്തിച്ചായിരുന്നു. പക്ഷെ ആ വേർഡ്സ് ഞാൻ ഇവിടെ എന്റെ ഫ്രണ്ട്സിനോട് പോലെ ഞാൻ വോയിസ് കേൾപ്പിച്ചു കൊടുത്തായിരുന്നു. ഇങ്ങനെയാണ്, സോ ബെറ്റർ യു ജോയിൻ ദിസ് അക്കാഡമി. ഞാൻ അങ്ങനെ തന്നെയാ പറഞ്ഞത്. കാരണം ഞാൻ കറങ്ങി തിരിഞ്ഞു വന്ന ഒരാളാ. സോ നിങ്ങൾക്ക് ഈ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേസ് കിട്ടുന്നത് വളരെ നല്ലതായിരിക്കും, ഏത് മൊഡ്യൂൾ ആണെങ്കിലും. പിന്നെ എന്റെ മെന്റർ ചാന്ദിനി മാം, ഞാൻ ഫസ്റ്റ് ഏതോ ഒരു ലെറ്റർ എഴുതിയപ്പോ എന്റെ മൊത്തത്തിൽ തെറ്റിപ്പോയി. ഞാൻ കരഞ്ഞു. ഞാൻ ആ റിസൾട്ട്, ആ ഒരു ഇത് വന്നപ്പോ, അത് ഒരു മോക്ക് ടെസ്റ്റ് ആയിരുന്നു. ആ മോക്ക് ടെസ്റ്റിന് അത് കഴിഞ്ഞിട്ട് മാം റിസൾട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അന്നമ്മ പേടിക്കണ്ട, ഒരു ടെൻഷൻ വേണ്ട, കിട്ടും. ആ ഒരു ലെറ്റേഴ്സ് മാത്രമേ ഉണ്ടെങ്കിലും ഈ ലെറ്റേഴ്സ് എൻ്റെലി ഡിഫറെന്റ് ആണ്, എവറിത്തിങ് എൻ്റെലി ഡിഫറെന്റ് ആണ്, ഇതൊന്നുമല്ല. സോ താങ്ക് യു സോ മച്ച് മാം. എനിക്ക് അറിയില്ല എന്താ പറയേണ്ടതെന്ന്. വെരി 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 ഹാപ്പിയാണ്. ആൻഡ് താങ്ക്സ് ടു എൻ്റെ നീതു അക്കാഡമി. ഓക്കെ, താങ്ക് യു അന്നമ്മ. സോ അന്നമ്മയും എക്സാം ബാച്ചിലർ സ്റ്റുഡന്റ് ആണ് അല്ലെ, 4 weeks ജോയിൻ ചെയ്ത് ക്രാക്ക് ചെയ്ത ഒരാളാണ്. ഒത്തിരി സന്തോഷം അന്നമ്മ. സോ വി വിൽ മൂവ് ഓൺ വിത്ത് ലിൻസി. യെസ് ലിൻസി എബ്രഹാം. മാം, സത്യം പറഞ്ഞാൽ ഞാനിപ്പം റിയാലിറ്റിയിലാണോ അതോ ഡ്രീമിലാണോ എന്ന് എനിക്ക് ഇതുവരെ എനിക്ക് മനസ്സിലായില്ല. ബിക്കോസ് ഐ എം സ്റ്റിൽ ഷോക്ക്ഡ്. എനിക്ക് എന്റെ മാർക്കാണോ സത്യമായിട്ട് എനിക്ക് അത് ഞാൻ സത്യം പറഞ്ഞ റിസൾട്ട് വന്നപ്പോ ഞാൻ പൊട്ടിക്കറിഞ്ഞു. ഞാൻ നേരിട്ട് പപ്പനോട് പറഞ്ഞു, പപ്പ ഞാൻ ക്ലിയർ ആയി, എനിക്ക് അറിയത്തില്ല, പപ്പ ജസ്റ്റ് ഒന്ന് റിസൾട്ട് നോക്കാൻ പറഞ്ഞു. പപ്പ പറഞ്ഞു യെസ് നീ പാസ്സായി. എന്നിട്ട് കൊണ്ട് എനിക്ക് എന്താ പറയുക, ഞാൻ ഷോക്കായിരിക്കും. ഇപ്പോഴും ആ സ്റ്റേജിൽ ഞാൻ ഇറങ്ങിയിട്ടില്ല. ഞാൻ ഈ 3 മാസം എനിക്കൊരു റോളർ കോസ്റ്റർ റൈഡായിരുന്നു. ആദ്യത്തെ മാസം എനിക്ക് ഫ്രീ ഉണ്ടായിരുന്നു, ലിസ്ണിംഗ് റീഡിങ്ങിന്റെ മാത്രം ക്ലാസ് ഉണ്ടായിരുന്നു. സോ ഐ കുഡ് ഗെറ്റ് എ ടൈം ഫോർ മൈ ഓൺ കേസ്. പക്ഷെ 2ാമത്തെ മാസം എന്റെ ദൈവമേ, എനിക്ക് ഒരു സമയം കിട്ടുന്നില്ല. 4 മോഡ്യൂളും 4 ടെസ്റ്റും എന്റെ ദൈവം തമ്മിലാണ്. ഞാൻ ശരിക്കും കരഞ്ഞു. ഞാൻ ആക്ച്വലി അപ്പൊ ഓർത്തു ഒന്നും എനിക്ക് ഏതായാലും കയറി അത് തിരിച്ചിട്ട് തന്നെ പോവാണ്. എന്നിട്ടും എനിക്കത് പറ്റുന്നില്ലായിരുന്നു. സോ വൺ ഡേ ഐ ഡിസൈഡഡ്, ഞാൻ ആ ദിവസത്തെ എല്ലാം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ എന്റെ മാമിനോട് ഇത് പറയാൻ പോവാണ്, I'm going to take a break. പക്ഷേ there was a big turning point and ma'am, you were the turning point. നമ്മൾ പറയല്ലോ ദൈവം തമ്പുരാൻ ഭൂമിയിൽ വന്ന് മനുഷ്യന്മാരെ സഹായിക്കുന്നു. ആ ദൈവം അയച്ചൊരു മാലാഖയാണ് മാം, മാം. All thanks to you, ma'am. And trust me, വിനോദ് സാറിന്റെ പോലെ ഒരു സാറ്, I don't know what to say. It was that strict. ആ സാർ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് റീഡിങ് സത്യം പറഞ്ഞാൽ ചെയ്യാനും പറ്റുന്നില്ലായിരുന്നു. പിന്നെ one day, Roshni ma'am, a big very thanks to Roshni ma'am.
എക്സാമിന് എനിക്ക് അൺനോൺ ടാസ്ക് ആയിരുന്നു കിട്ടിയത്. ആൻഡ് ഐ തോട്ട് കർത്താവ് ഞാൻ പോയി, ഈ ഇടയ്ക്ക് ഞാൻ പോയി, എനിക്ക് കിട്ടത്തില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നപ്പോഴാണ് 27th എന്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഷോക്ക് ആയത്. This is my very first attempt. OET-യുടെ ഞാൻ ഓർത്തില്ല OET-യിലെ ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് എനിക്ക് ക്ലിയർ ആകാൻ പറ്റുന്നത്. താങ്ക് യു സോ വെരി മച്ച് മാം. താങ്ക് യു സോ മച്ച് ലിൻസി. ഈവൻ ട്രാവലിംഗിലാണെങ്കിൽ പോലും അല്ലെ, ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എത്ര എക്സൈറ്റഡ് ആണ് അല്ലെ. ഇനി വരുന്ന ആളുകളെ അല്ലെ ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കാം, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ച് മടുത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകൾക്കുള്ള ഒരു ഇൻസ്പിറേഷനാണ്. ഒത്തിരി സന്തോഷം ലിൻസി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ഒത്തിരി സന്തോഷം. യെസ്, യു വിൽ മൂവ് ഓൺ വിത്ത് അതുല്യ. യെസ് അതുല്യ. ഒരുപാട് സന്തോഷമുണ്ട് മാം. കാരണം എനിക്ക് അറിയില്ല എന്താ പറയണ്ടേന്ന് ഇപ്പോ. ഞാൻ OET എന്നെ കൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ചു നിന്ന ഒരാളാണ് ഞാൻ. ഇതിനു മുമ്പ് ട്രൈ ചെയ്യാനോ അല്ലെങ്കിൽ എഴുതാനോ ഒന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല. പെട്ടെന്നൊരു ഡിസിഷൻ എടുത്താണ് ഞാൻ OET എഴുതാന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാനിങ്ങനെ റൂമിലിരിക്കും, ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ റൂമിൽ നിൽക്കുന്ന സമയത്ത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാനിങ്ങനെ അന്വേഷിച്ചു തരാം. എന്റെ റൂംമേറ്റ് ആണ് നീദൂസ് സജസ്റ്റ് ചെയ്തത്. നല്ല റിസൾട്ട് ഉണ്ട് അവിടെ, നീ ഒന്ന് വിളിച്ചു നോക്കുന്നു പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ വിളിച്ചത് പറഞ്ഞാല് ലാസ്റ്റ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന്റെ 2 ദിവസം മുമ്പായിട്ടാണ് ഞാൻ വിളിച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞു ലാസ്റ്റ് നാളെയാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കി. അങ്ങനെ 1 മാസം കാത്തിരുന്നു. പിറ്റേ മാസം ക്ലാസ് തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇൻട്രോ ബാച്ച് നല്ലതായിരുന്നു. റീഡിങ്ങും ലിസണിങ്ങും മാത്രമേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു. 2ാമത്തെ മാസം എത്തിയാലും നമുക്ക് 4 മുട്ടികളും കൂടി വന്നു. ഭയങ്കര പ്രഷറായി. ശരിക്കും പറഞ്ഞാൽ ടൈം മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം പക്ഷേങ്കില് എനിക്ക് ഏറ്റവും ഫസ്റ്റ് മന്ത് കുഴപ്പമില്ലായിരുന്നല്ലോ റീഡിങ് ലിസണിങ്ങും. പക്ഷെ എനിക്ക് ഏറ്റവും OET-യിൽ ഏറ്റവും എനിക്കൊരു പേടിയുള്ള ഒരു സംഭവം സ്പീക്കിംഗ് ആയിരുന്നു. ഭയങ്കര, കാരണം എനിക്ക് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ഉദ്ദേശിച്ച കാര്യമായിരിക്കില്ല ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള എന്നെ കിട്ടിയത് ബീത മാമിനാണ്. ബീത മാം സത്യം പറഞ്ഞാൽ ഭയങ്കര കംഫർട്ട് ആക്കിയിട്ടാണ് പറഞ്ഞുതരാം. അപ്പൊ നീ ഇത്രയും പഠിച്ചാൽ എന്നിട്ടാണോ എനിക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റാത്തത് എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞ് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് മാം. അതേപോലെ തന്നെ സണ്ണി സാറുമായിട്ട് ഞാൻ ഇപ്പം കോൺടാക്ട് ഉണ്ട്. സാറിനോട് പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ട്. സാറ് എന്താ പറഞ്ഞാല് നമുക്കിപ്പോ പറ്റുന്നില്ല നമുക്ക് തോന്നിയാലെല്ലാം സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ്സിലും മീൻസ് വേർഡ്സ് എല്ലാം കേൾക്കുമ്പോൾ അത് സത്യത്തിൽ നമുക്ക് കുറച്ചും കൂടി മോട്ടിവേഷൻ കിട്ടും. നമുക്ക് പഠിക്കാൻ തോന്നും. ഡെസ്പായിട്ട് ഇരുന്നാലും ഓക്കെ നമുക്ക് പറ്റുന്നില്ല എന്ന് തോന്നിയാൽ അതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും പഠിക്കാനൊരു ഇത് കിട്ടുന്നുണ്ട്, ആ ഫീല് കിട്ടുന്നുണ്ട്. അതായത് വിനോദ് സാറിന്റെ ക്ലാസ്, പിന്നെ ലാസ്റ്റ് വെച്ച് ഞാൻ പിങ്കി മാഡത്തിന്റെ ക്ലാസ് കേട്ടത് റീഡിങ്ങിൻ്റെത്. പിങ്കി മാമിന്റെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ക്ലാസ് ആണ് റീഡിങ്. നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ മാമിനോട് ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മാമിനെ ആ ഒരു കുത്തിനും കോമയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മാമിന്റെ ക്ലാസ്സിന് എനിക്ക് സത്യമായിട്ട് മനസ്സിലായിട്ടുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എന്റെ പേഴ്സണൽ ട്രെയിനേഴ്സ് ജൂഡിത്ത് മാം, പിന്നെ ലാസ്റ്റ് എക്സാം ബാച്ചിന് 2 ആഴ്ച ഉണ്ടായ ക്ലാസ്. ഞാൻ ഇതിനും വീണ്ടും എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുണ്ട് എന്ന് എനിക്ക് പറഞ്ഞത് എന്റെ പേഴ്സണൽ ട്രെയിനേഴ്സ് ശാലിനി മാമും മായ മാമും. നല്ല ക്ലാസ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഞാൻ റിസൾട്ട് പറഞ്ഞേരം എന്റെ ഫ്രണ്ട്സ് എല്ലാം ചോദിച്ചായിരുന്നു എവിടെയാ പഠിച്ചത്. ഞാൻ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞത് നീദൂസിലാണ് പഠിച്ചത്, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഓൺലൈൻ ആണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കാരണം എന്തായാലും കിട്ടും. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, കിട്ടൂലെന്ന് വിചാരിച്ച് ഞാൻ എടുക്കാത്തൊരു സംഭവമാണ് OET. വിചാരിച്ചിട്ട് പോലില്ല. ആദ്യമായിട്ട് വന്നിട്ട് ട്രൈ ചെയ്താണ്. അപ്പൊ അത് കിട്ടി. ഇന്നലെ റിസൾട്ട് വന്നിട്ട് സത്യം ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. അറിയില്ല, അമ്മേനോട് ഞാൻ എങ്ങനെയാ പറഞ്ഞ, അമ്മ എന്റെ റിസൾട്ട് വന്നു കിട്ടി. അപ്പോൾ ഞാൻ ശ്രീമോൾ മാഡത്തിനെ വിളിച്ചു, മാം ഇങ്ങനെയാണ് സ്കോർ, ഇത് ശരിയാണോ, ഇത് കിട്ടി തന്നെയാണോ എന്ന് ചോദിച്ചിട്ട്. അതിന് നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാം എന്നോട് ഇങ്ങോട്ടേക്ക് പറഞ്ഞത്. കാരണം എക്സാം കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലായിരുന്നു. അപ്പൊ ഇന്നലെ ഒരുപാട് ഇന്നലെയായിരുന്നു ഇതുണ്ടെങ്കിൽ ചിലപ്പോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് ഞാൻ സംസാരിക്കാം. അത്ര എനിക്ക് സന്തോഷമായിരുന്നു ഇന്നലെ റിസൾട്ട് കണ്ടുവരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് മാം. എത്രാന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല. മാമിനോടും ഇത് ഫാമിലിനോടും ഒരുപാട് നന്ദിയുണ്ട്. ഒത്തിരി സന്തോഷം അതുല്യ. അതുല്യയുടെ ഓരോ വേർഡ്സിലും അല്ലെ ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒത്തിരി സന്തോഷം അതുല്യ. ഗോഡ് ബ്ലെസ് യു. വിൽ മൂവ് ഓൺ വിത്ത് അശ്വതി KK. യെസ് അശ്വതി. മാം, ഞാൻ ഓൾറെഡി എക്സൈറ്റഡ് ആണ്. പിന്നെ എന്നെ ഏറ്റവും എക്സൈറ്റഡ് ആക്കിയത് മാഡം ഒരു ക്ലാസ്സിലും നമ്മളെ മലയാളം സ്പീക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. പക്ഷെ ഈ വിന്നേഴ്സ് മീറ്റിൽ മാഡം അത് നമുക്ക് അലൗഡ് ആക്കി തന്നിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് മാഡം. മാഡത്തിനും നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട മാതാപിതാക്കൾക്കും ദൈവത്തിനോടും എല്ലാം ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് മാഡം. ഞാൻ
ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അപ്പൊ എന്റെ ഇന്റേൺഷിപ്പ് ടൈമിലാണ് ഞാൻ നീതൂസ് അക്കാദമിയിൽ ജോയിൻ ചെയ്തത്. പക്ഷെ ഞാൻ കണ്ടിന്യൂസ് മാഡത്തിന്റെ FBയും ടെലിഗ്രാമും എല്ലാം വാച്ച് ചെയ്യുമായിരുന്നു. കണ്ടിന്യൂസ് ഞാൻ ശ്രമിക്കുമായിരുന്നു സണ്ണി സാറുടെ ക്ലാസ് എടുത്തു പറയണം മാഡം, എനിക്ക് ഗ്രാമർ ഒന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഇംഗ്ലീഷ് എന്താണ്, ഗ്രാമർ എന്താണ്, ഇങ്ങനെയൊക്കെയാണ് സെന്റൻസ് എന്നൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷെ എല്ലാത്തിനും താങ്ക്സ് നീതൂസ് അക്കാദമിനോടാണ്. ഞാൻ എല്ലാവരോടും ഈ ഓൾറെഡി ഒരുപാട് ഫ്രണ്ട്സിന് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരോടും പറഞ്ഞു നീതൂസ് അക്കാദമി മാത്രം നോക്കിയാൽ മതി. ഒരുപാട് പേര് ഞാൻ പറഞ്ഞു മാഡം പറയുന്ന പോലെ മാത്രം ചെയ്താൽ മതി, മാഡം പറയുന്ന മാത്രം നോക്കിയാൽ മതി, നമുക്കതേ പറയാനുള്ളൂ, വേറെ ആരെ റെഫർ ചെയ്യാനൊന്നുമില്ല, നീതൂസ് അക്കാദമി മാത്രമേ OITക്ക് പെർഫെക്റ്റ് എന്നേ പറയാനുള്ളൂ. താങ്ക് യു മാഡം. താങ്ക് യു സോ മച്ച് അശ്വതി. ഗോഡ് ബ്ലെസ് യു. യെസ് ഫെമി പയസ്. ഫെമി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. യെസ് ഫെമി. യെസ് മാം, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാന് ആദ്യം തന്നെ ദൈവത്തിനോടും പിന്നെ നീതൂസ് ഫാമിലിയിലെ ഓരോരുത്തരോടും എനിക്ക് നന്ദി പറയാനുണ്ട്. ഞാന് കഴിഞ്ഞ വർഷം മെയിൻ കോഴ്സ് എടുത്തായിരുന്നു, ഈ വർഷം ക്രാഷ് കോഴ്സ് എടുത്തായിരുന്നു. രണ്ടിലും ഞാൻ പാസ്സായായിരുന്നു. എനിക്ക് ലിസണിങ്ങിന് മാത്രം B മതിയായിരുന്നു. അപ്പൊ ബാക്കി മോഡ്യൂളൊക്കെ ഞാൻ ഉഴപ്പി വിടാൻ നോക്കുമ്പോ എന്നെ ട്രെയിനേഴ്സ് സമ്മതിക്കില്ല. അത് പറ്റൂല, അത് ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്യിച്ചു. ഇപ്പൊ എനിക്ക് എല്ലാത്തിലും B കിട്ടി. റൈറ്റിങ്ങിന്റെ ജിനിമോൾ മാം ചോദിച്ച റൈറ്റിങ്ങിന് C മതി എന്ന് പറഞ്ഞ ആളാ, ഇപ്പൊ നോക്കിയാ കിട്ടിയ സ്കോർ നോക്കെന്ന് പറഞ്ഞ് തിരിച്ച് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ലാസ്റ്റ് ഇയർ ഒക്കെ ആണെങ്കിൽ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാ പഠിച്ചത്. ഞാനും മോളും തന്നെ ഇവിടെ നിൽക്കുന്ന സമയത്താ പഠിച്ചത്. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തായിരുന്നു, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. വിനോദ് സാറിന്റെ ക്ലാസ് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് റീഡിങ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു റീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിനോദ് സാറിന്റെ ഒറ്റ ക്ലാസ് കൊണ്ട് മാത്രമാണ് എനിക്ക് റീഡിങ് ഒരു ബുദ്ധിമുട്ടില്ലാതെ B മേടിക്കാൻ പറ്റിയത്. പിന്നെ നീതു മാമിനോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് എപ്പോ റൈറ്റിംഗ് എഴുതുമ്പോഴും നീതു മാം ഇങ്ങനെ അടുത്തിരുന്ന് എനിക്ക് പറയുന്ന എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഫെമി അത് റെലവന്റ് ആണോ ഇറലവന്റ് ആണോ അങ്ങനെ ചോദിക്കുന്ന ഒരു ഫീൽ എനിക്ക് വരാറുണ്ട്. എല്ലാരും എന്നെ കളിയാക്കും ഞാൻ അത് പറയുമ്പോ. പക്ഷെ സത്യമാണ്, എനിക്ക് നീതു മാം ഇങ്ങനെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ ചോദിക്കുന്ന മാതിരി എപ്പോഴും ഞാൻ റൈറ്റിങ്ങിന്റെ കേസ് നോട്ട് വായിക്കുമ്പോൾ നീതു മാം ഇങ്ങനെ എന്നോട് ചോദിക്കുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഞാൻ റൈറ്റിങ്ങിന് പോകാറ്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യവും റൈറ്റിങ്ങിന് B ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യവും ഉണ്ടായിരുന്നു. അത് നീതു മാമിന്റെ ഒറ്റ ക്ലാസ് കൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ എക്സാം ബാച്ചിൽ ഇത് ക്രാഷ് കോഴ്സിൽ ഉണ്ടായിരുന്ന ട്രെയിനേഴ്സ് എല്ലാവരും ഒത്തിരി ഫോഴ്സ് ചെയ്ത് ഒന്നും പെൻഡിങ് പോലും വെക്കാൻ സമ്മതിക്കാതെ അത്രയും ഇതായിട്ട് പഠിപ്പിച്ചുകൊണ്ടാണ് എനിക്കിപ്പോ ഇത്രയും നല്ല സ്കോർ. പിന്നെ എനിക്ക് മാമിനോട് ഒരു പരിഭവമുണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് വിന്നേഴ്സ് മീറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളുടെ ബാച്ചിൽ വിന്നേഴ്സ് മീറ്റ് ഉണ്ടായിരുന്നില്ല. ആ വിഷമം ഇപ്പൊ മാറി. അപ്പൊ പിന്നെ വിന്നേഴ്സ് മീറ്റ് ഒക്കെ കാണുമ്പോ ഞാൻ വിചാരിക്കും ഞങ്ങളുടെ ബാച്ചിൽ മാത്രം എന്താ മാം വിന്നേഴ്സ് മീറ്റ് വെക്കാഞ്ഞെന്ന് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി. ഓക്കെ ഫൈൻ. യെസ്. അപ്പൊ 2 പ്രാവശ്യം എക്സാം എഴുതി 2 പ്രാവശ്യവും വിന്നർ ആണ് അല്ലേ? ആണ്. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. സബീന ദാസ്. സബീന മാം, വളരെ ഹാപ്പിയാണ്. അപ്പോ ഇങ്ങനെ ഈ ഒരു എന്താ പറയാ, എന്താ ഫീൽ ചെയ്യുന്നുള്ള ഇങ്ങനെ ഒരു 1-2 വാക്കിൽ പറഞ്ഞാൽ തീരുന്നതല്ല. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് പറയാനുള്ളത് മാമിനോടും മാമിന്റെ എന്റെ ടീമിനോടുമാണ്. നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അടിപൊളി ടീമിനെയാണ് മാമിന് കിട്ടിയിരിക്കുന്നത്. അതിൽ മാം ഭയങ്കര ബ്ലസ്ഡ് ആണ്. എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ്. പിന്നെ പ്രത്യേകിച്ച് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പുറത്തു പോകണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്ന ആളല്ല. ഞാൻ യാദൃശ്ചികമായിട്ട് വന്ന് പെട്ടതാണ് വീട്ടിലോട്ട്. മാരേജ് വരെ പുറത്ത് പോകണ്ട, നാട്ടില് തന്നെ വേറെ എന്തെങ്കിലും എക്സാം എഴുതി അങ്ങനെ ഇഷ്ടം ഓർത്തതാ. മാരേജ് കഴിഞ്ഞിങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോ ഓക്കെ എന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ എവിടെ കയറും ഉള്ള ഒരു ഓപ്ഷൻ ഇങ്ങനെ കുറെ ഞാനിങ്ങനെ സെർച്ച് ചെയ്തോണ്ടേയിരുന്നു. അപ്പൊ ആണ് ഞാനിങ്ങനെ ജസ്റ്റ് യൂട്യൂബിൽ ഒരു ഷോർട്സ് കാണുമ്പോൾ മാമിന്റെ ഒരു ബിഹൈൻഡ് ബുക്സിന്റെ അങ്ങനെ ഒരു ഇന്റർവ്യൂ ആണ്. അപ്പൊ എന്തിനെ പറ്റി പറയുന്നത് എനിക്ക് ഫസ്റ്റ് മനസ്സിലായില്ല. മാമിന്റെ അടുത്ത് പറയുന്നുണ്ട് ഒരുപാട് ഒരു കുട്ടി എന്റെ അടുത്ത് വന്നു പഠിക്കാനായിട്ട് ഒരുപാട് തവണ ട്രൈ ചെയ്തു, കിട്ടിയില്ല. അപ്പൊ എന്റെ അടുത്ത് വന്നു, അപ്പൊ കിട്ടി, എന്നിട്ട് എന്നെ വിളിച്ചു, വീട് വെക്കുന്നതും ഹൗസ് വാമിങ്ങിന് വിളിച്ചു എന്നൊക്കെ. പിന്നെ ഞാൻ അതിന് സെർച്ച് ചെയ്ത് പോയപ്പോഴാണ് വോയിസിനെ പറ്റിയാണ് പറയുന്നത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ നോക്കിയപ്പോ നീതൂസ് അക്കാദമി. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട്, കൂടുതലൊന്നും ഞാൻ ഇതിലേക്ക് ഇറങ്ങാത്ത കാരണം അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ അത് മൈൻഡിൽ ഇട്ട് വെച്ചു. പിന്നെ ഞാൻ സെർച്ചിങ് അപ്പൊ പിന്നെ ഈ ടെലിഗ്രാമിലും അങ്ങനെയൊക്കെ കണ്ടു. പിന്നെ ഞാൻ ജസ്റ്റ് ഫ്രണ്ട്സിന്റെ അടുത്ത് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പം എന്നോട് ഒരു ഫ്രണ്ട് ഇങ്ങോട്ട് തന്നെ പറഞ്ഞത് നീതൂസ് അക്കാദമി ഉണ്ട്, അത് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട്.
അവളവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ യുകെയിലാണ്. അപ്പൊ അവളെ എനിക്ക് അവിടുത്തെ അഡ്മിന്റെ നമ്പർ തന്നു. അപ്പൊ പിന്നെ ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല, ഞാൻ മെസ്സേജ് ചെയ്തു. ഇതുപോലെ തന്നെ എനിക്ക് ഇതുപോലെ 2-3 ദിവസം മുന്നേ ആണ് അഡ്മിഷൻ ക്ലോസ് ആവുന്നതിന് മുന്നേ ഞാൻ മെസ്സേജ് ചെയ്യണം. അങ്ങനെ ക്യാഷ് ഒക്കെ അടച്ചു. വെയിറ്റ് ചെയ്തിരിക്കുക, എന്താണെന്നുള്ളത് അറിയില്ല. ഒഴിച്ചിൽ എന്താ, എങ്ങനെയാ എക്സാം എഴുതണ്ടേ, ഒന്നും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഫസ്റ്റ് ഇൻട്രോ ബാച്ച് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു കിട്ടണം എന്നുള്ളത്. കാരണം ഞാൻ ക്ലാസ് ഒന്നും മിസ് ചെയ്യണ്ടായിരുന്നില്ല. കാരണം എന്റെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഉള്ളത് വന്നിട്ട് അത് കിട്ടാതെ വരരുതും കാരണം എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യും. ഇൻട്രോ ബാച്ചിൽ ഈ പറഞ്ഞ പോലെ സണ്ണി സാറ് ഒക്കെ ഗ്രാമർ ഒക്കെ എടുത്തപ്പോൾ കൊള്ളാം എന്നുള്ള മൈൻഡ് ആയിരുന്നു. ഇൻട്രോ വലിയ സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് പോയി. അത് റീഡിംഗ് ആണെങ്കിലും ലിസണിങ് ആണെങ്കിലും ലിസണിങ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. മാം തന്നെ പറഞ്ഞിട്ടുണ്ട്, മാം കുറച്ച് ഫ്രണ്ട്ലി ആക്കണം, നിങ്ങൾ അത് മുതലെടുക്കരുത് കേട്ടോ. മാം വഴക്കൊന്നും പറയുന്നില്ല. പക്ഷേ ഈ വിനോദ് സാറിന്റെ ക്ലാസ്സിൽ വിറച്ചിട്ടാണ് ഇരിക്കുക. എന്റെ പേര് വിളിക്കും, അതുകൊണ്ട് ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ടാണ് ഇരുന്നത്. സാറ് പറയുന്നതൊക്കെ അതുപോലെ ചെയ്യും. ഇപ്പം പാട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സാറ് ചോദിക്കും നോട്ടീസ് ആണോ മാനുവൽ ആണോ. അപ്പൊ എല്ലാ പോയിന്റും നോട്ട് ചെയ്തിട്ട് അങ്ങനെ ആണ് ഇരുന്നിരുന്നത്. പിന്നെ അടുത്ത നെക്സ്റ്റ് ബാച്ച് വന്ന സമയത്ത് ഇതുപോലെ എല്ലാം കൂടെ വന്നപ്പം അത് കൊണ്ടുപോകാൻ ആദ്യം ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നി. പക്ഷെ എന്നാലും മാക്സിമം ഞാൻ എങ്ങനെയും എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യായിരുന്നു. പിന്നെ പറയുന്നതൊക്കെ അതുപോലെ ഫോളോ ചെയ്യായിരുന്നു. അപ്പോൾ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒന്നുമില്ല, നമ്മളെ ബേസും നമുക്ക് ഇംഗ്ലീഷ് അറിയോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല. നമ്മൾ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചോ മലയാളം മീഡിയം പഠിച്ചോ അതൊന്നും ബേസല്ല. നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യുന്നോ, ഇപ്പൊ എങ്ങനെ വർക്ക് ചെയ്യണോ അതാണ് നമ്മളെ റിസൾട്ട്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ഇപ്പൊ. അപ്പം നമുക്കിപ്പം ഒരുപാട് സംസാരിക്കാൻ അറിയെങ്കിൽ ഓക്കെ ഫ്ലുവന്റ് ആയിരിക്കാം നമുക്ക്. പക്ഷെ നമ്മൾ ആ സ്പീക്കിങ്ങിൽ ആ ക്രൈറ്റീരിയ വെച്ച് സംസാരിച്ചാൽ നമുക്ക് അതിന് ആ ഒരു സ്കോർ കിട്ടുള്ളൂ. ലിസണിങ് ആയാലും റീഡിംഗ് ആയാലും നമ്മൾ എത്രമാത്രം വർക്ക്ഔട്ട് ചെയ്യണോ അല്ലെങ്കിൽ എങ്ങനെ അത് വരുന്നു എന്നുള്ളത് നമ്മൾ നോക്കി ഇരിക്കണോ അതിനനുസരിച്ചാണ് നമ്മുടെ റിസൾട്ട് വരുന്നത്. പിന്നെ എനിക്ക് ഞാൻ ഒരു ഇടയ്ക്ക് വെച്ച് ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. എനിക്ക് ലിസണിങ്ങിന്റെ സി പാർട്ടും റീഡിങ്ങിന്റെ സി പാർട്ട് മീൻസ് ഞാൻ റീഡ് ചെയ്യാൻ കുറച്ച് സ്ലോ ആയിട്ടാണ്. എനിക്ക് മനസ്സിലാവും, പക്ഷെ എനിക്ക് സാവധാനം വായിച്ചാലേ മനസ്സിലാവുള്ളൂ. അത് മാത്രമേ പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഉറക്കമായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ മൈൻഡ് റീഡിങ് വരുമ്പോൾ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടൂല. അതിന് ഞാൻ കണ്ട പഴയ പേപ്പറൊക്കെ തപ്പിച്ച് വായിക്കും, ചുമ്മാതെ വായിച്ചിടും. അങ്ങനെ സാറ് പറഞ്ഞ പോലെ റീഡിങ് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒക്കെ ഞാൻ എങ്ങനെയും വായിക്കും സ്പീഡ് കൂട്ടാൻ വേണ്ടി. അങ്ങനെ അത് ചെയ്തു. പിന്നെ ഞാൻ എന്ത് സമയമില്ലെങ്കിലും മിനിമം ഒരു മെറ്റീരിയലെങ്കിലും ഒരു ദിവസം ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല, ഇതിന് ഞാൻ ചെയ്തില്ലല്ലോ പഠിച്ചില്ലല്ലോ അങ്ങനെ. പിന്നെ മാഡത്തിന്റെ ക്ലാസ്സുകളും ഇതുപോലെ FB ലൈവും അതുപോലെ വിനോദ് സാറിന്റെ 3 മണി ക്ലാസ് ഒക്കെ ഞാൻ ഏതെങ്കിലും ടൈമുള്ളപ്പം എങ്ങനെയായാലും അത് അറ്റൻഡ് ചെയ്യും. കാരണം എനിക്ക് എവിടെന്നെങ്കിലും ഒരു പോയിന്റ് കിട്ടുകയാണെങ്കിൽ അതെനിക്ക് യൂസ്ഫുൾ ആയാലോ എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെയാണ്. പിന്നെ മാമിന്റെ മോട്ടിവേഷൻ എല്ലാവരും പറഞ്ഞത് തന്നെയാ. അതുപോലെ തന്നെ മാമിന്റെ ഒരു ദിവസം ഞാൻ ഈ 10 മണിയുടെ ക്ലാസ് കാണുന്ന സമയത്ത് ലൈവ് കാണുമ്പോൾ എന്റെ ഹസ്ബൻഡ് അടുത്തുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നല്ല മാഡം ഉണ്ടോ, മാമിന് ഇങ്ങനെ തുടക്കം തൊട്ട് അവസാനം വരെ എനർജറ്റിക് ഇരിക്കാൻ പറ്റുന്ന ആ വാക്ക് കേട്ടത്തിന് പഠിക്കണം എന്നുള്ളതൊക്കെ എന്നോട് പറഞ്ഞു. അത് സത്യമാണ്. മാം ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻസ്പയർഡ്. അപ്പൊ നമ്മൾ ഒന്ന് ഡൗൺ ആയിരിക്കുമ്പോൾ മാമിന്റെ ക്ലാസ് കണ്ടില്ലെങ്കിൽ നമുക്കത് എന്തോ ഒരു എനർജി അത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെയായിരുന്നു. എന്തായാലും എന്റെ നീഡോസ് ഫാമിലിയോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ എനിക്ക് ഇങ്ങനെ ഒരു ബ്ലെസ്സിങ് തന്നതിന് ദൈവത്തിനോട് നന്ദി. സപ്പോർട്ട് ചെയ്ത ഫാമിലിക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷം സബീന. ഇറ്റ് ഇസ് എ ബ്ലെസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു സംശയം അതിലില്ല. ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾ ഈ പറയുന്ന ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഗിഫ്റ്റ് അല്ലെ, ഇറ്റ് ഇസ് എ ബ്ലെസ്ഡ് തിങ്. ഉറപ്പായിട്ടും ഒത്തിരി സന്തോഷം. നിങ്ങളിൽ നിന്നാണ് എനിക്ക് എനർജി കിട്ടുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് അല്ലെ, നിങ്ങൾ ആ വീഡിയോയിൽ വന്ന് അറ്റൻറ്റീവായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് തിരിച്ച് നിങ്ങളിലോട്ട് എത്തുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഭയങ്കര പോസിറ്റീവ് ആയിട്ട് ഇരിക്കുമ്പോൾ ഉറപ്പായിട്ടും അത് റിഫ്ലക്ട് ചെയ്തെങ്കിൽ പോരും. ഓക്കെ, ഒത്തിരി സന്തോഷം. അപ്പൊ ഞാൻ ആലോചിക്കും എനിക്ക് എന്തെങ്കിലും ഒന്ന് വന്നിരുന്നു ഇതുപോലെ എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഇവിടെ പറയണം. ഒത്തിരി സന്തോഷം. ടു ഇൻസ്പയർ അതേഴ്സ് അല്ലെ, ഒത്തിരി സന്തോഷം. നമ്മുടെ ലൈഫ് കൊണ്ട് എപ്പോഴും ബാക്കിയുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുക എന്നത് ഇറ്റ് ഇസ് എ ബ്ലെസ്ഡ് തിങ്. ഓക്കെ, ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം സബീന. യെസ്, വിൽ മൂവ് ഓൺ വിത്ത് ദീപ ആന്റണി. യെസ്, ദീപ വെയിറ്റിംഗ് ആണ്. യെസ് ദീപ. ഹായ് മാം. ഹായ്. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു 8 വർഷം അബുദാബിയിൽ ജോലി ചെയ്ത ഒരാളാണ്. അപ്പൊ എനിക്ക് ഇത് ഈ IELTS OET എന്നൊക്കെ പറയുമ്പോൾ അതിനോടുള്ള ഒരു പേടി കൊണ്ടാണ്
ആക്ച്വലി അവിടെ ഇങ്ങനെ നിന്നുപോയത്. പക്ഷെ ഫസ്റ്റ് ഇവിടെ വിളിച്ചപ്പോ തന്നെ എനിക്ക് സീറ്റ് കിട്ടി. ലക്കിലി അങ്ങനെ ഞാൻ കയറി പറ്റി. അപ്പൊ ആദ്യം വിചാരിച്ചു ഇങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ടൊക്കെ പോവായിരിക്കും. ആദ്യത്തെ ഒരു മാസം ഒന്നും കുഴപ്പമുണ്ടായില്ല. എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. എനിക്ക് എല്ലാത്തിലും ഫസ്റ്റ് ബി അറ്റംപ്റ്റ് കിട്ടി ആണ്. മാം. ഓക്കെ, റിയലി ഗ്രേറ്റ്. ഞാൻ അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ആദ്യത്തെ ഒരു മാസം ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് പോയി. പിന്നെ നമ്മൾ അഡ്വാൻസ് ബാച്ചിലേക്ക് കയറിയപ്പോ ഈ 4 മൊഡ്യൂളും ഒരുമിച്ച് വന്നപ്പോ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പൊ ഓക്കെ, ഞാൻ ഇപ്പോഴും എനിക്ക് പറയാനുള്ള ഒരു പേര് സണ്ണി സാറിന്റെയാണ്. സണ്ണി സാറ് ആ ഒരു ഫസ്റ്റ് മന്ത് കഴിയുമ്പോ തന്നെ നമ്മളോട് പറഞ്ഞു വെച്ചേക്കാണ് നെക്സ്റ്റ് മന്ത് ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ. ഒത്തിരി പേർക്ക് തോന്നും ഇത് പറ്റില്ല, എന്നെ കൊണ്ട് നടപ്പാവുന്ന കാര്യമല്ല എന്നൊക്കെ തോന്നും. അപ്പൊ ആക്ച്വലി അങ്ങനെയൊക്കെ ഓൾറെഡി പറഞ്ഞു വെച്ച് വെക്കുന്നതുകൊണ്ട് അപ്പൊ എനിക്ക് തോന്നി ഇത് എനിക്ക് മാത്രം തോന്നുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പഠിക്കുമ്പോൾ വേറെ ആരെയും കാണുന്നില്ല, വേറെ ആരോട് ഡിസ്കസ് ചെയ്യാനില്ല. അപ്പോ കറക്റ്റ്. എല്ലാ കാര്യങ്ങളും വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് മാം, അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഡൗട്ട് ഒന്നുമില്ല നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്. അപ്പൊ യെസ്. ഇന്ന് വിചാരിക്കുക ഇന്നിപ്പോ സ്കോർ ചോദിക്കില്ലായിരിക്കും, സമയം ഇത്ര ആയില്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഒരു രക്ഷയില്ല, നമ്മളത് ചെയ്തേ പറ്റുള്ളൂ അന്ന്. ഓക്കെ, അപ്പോ അതൊക്കെ ഒത്തിരി ഭയങ്കര ഒരു നമുക്ക് അത് നമ്മള് സ്റ്റുഡൻസ് നമ്മളിപ്പോ ഞാനിപ്പോ വീട്ടിലാണ് നിൽക്കുന്നത്, ഫാമിലി ഉണ്ട്. അപ്പൊ അവരുടെ കാര്യങ്ങൾ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ശരിക്കും ഇപ്പൊ ഓൺലൈനിൽ അങ്ങനെ വർക്ക് ആവോന്ന് വരെ ചോദിച്ചവരുണ്ട്, സംശയം ആയിട്ട് പറഞ്ഞവരൊക്കെ ഉണ്ട്. പോയി ഓക്കെ. പഠിക്കുന്നതല്ലേ നല്ലത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട്, അപ്പൊ ഞാൻ വെച്ചാൽ ഇത്രേ ഉള്ളായിരുന്നോ എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. മാം ഒത്തിരി താങ്ക്സ് ഉണ്ട് എല്ലാ ഇൻസ്ട്രക്ടേഴ്സിനെ കുറിച്ചും. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ എല്ലാവരും അവരുടെ ആ ഒരു നമ്മളോട് സംസാരിക്കുന്ന ഒരു രീതി ആയാലും എനിക്കതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഞാനൊക്കെ പറഞ്ഞ ഗ്രാമറിലൊന്നും അത്ര അറിയാവുന്ന ഒരാളൊന്നുമല്ല. അപ്പോ ഇങ്ങനെയല്ല ദീപ, സെന്റൻസ് ഇങ്ങനെ എഴുതിയാലാണ് ഇത്തിരി കൂടെ മനോഹരായിരിക്കുക, എങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോ തന്നെ ഒരു കംഫോർട്ട് ലെവലാണ് അവിടെ. അപ്പൊ അതൊക്കെ ഒത്തിരി നന്നായിരുന്നു മാം. മാമിന് ശരിക്കും പ്രൗഡ് ആവേണ്ട ഒരു മൊമെന്റ് ആണ് മാം. കാരണം ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്രത്യേകിച്ച് മാം ഞങ്ങളെ പോലെ ഒരു നേഴ്സായിട്ട് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ട് പോകുന്നതിൽ ഞങ്ങൾക്കും വളരെ അഭിമാനമുണ്ട് മാം. ഒപ്പം മാമിനും അഭിമാനിക്കാവുന്ന ഒരു മൊമെന്റ് ആണ് മാം. ഒത്തിരി സന്തോഷം. എല്ലാ ഇൻസ്ട്രക്ടേഴ്സിനോടും ഒത്തിരി നന്ദി. ഗോഡ് ബ്ലെസ് യു ഓൾ മാം. താങ്ക് ഓക്കെ, യു. സെയിം ടു യു. ഗോഡ് ബ്ലെസ് യു ടു. ഒത്തിരി സന്തോഷം ദീപ. ഒരുപാട് കാര്യങ്ങൾ അല്ലെ, പല ലെവലിലുള്ള കാര്യങ്ങൾ അഡ്രസ് ചെയ്തു. ഒത്തിരി സന്തോഷം. ഓരോ കാര്യങ്ങളും കീൻഫുള്ളി ഒബ്സർവ് ചെയ്താണ് എനിക്ക് ആ ഒരു ഫീഡ്ബാക്ക് തന്നത്. ഒരുപാട് സന്തോഷം ദീപ. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യെസ്. യു. സോ വി താങ്ക് വിൽ യു. മൂവ് ഓൺ വിത്ത് ശ്രീദേവി. യെസ് ശ്രീദേവി. ശ്രീദേവി KN. യെസ് ശ്രീദേവി, അൺമ്യൂട്ട് യുവർ ഓഡിയോ. അയ്യോ മാഡം, ഞാൻ ഇപ്പോഴും ഇങ്ങനെ നുള്ളിക്കൊണ്ടിരിക്കും. അത് സത്യമാണോ? ശരിക്കും വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ നേരത്തെ കുട്ടി പറഞ്ഞ പോലെ ഇന്നലെ ആയിരുന്നെങ്കിൽ ചിലപ്പോ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ റിസൾട്ട് കേട്ടപ്പോ ഇറങ്ങി ഓടി. ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. ഞാൻ ഇറങ്ങി ഓടി. എനിക്ക് ഒന്നും കാണുന്നില്ല, ഇരുട്ട. ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു ഞാൻ പാസ്സായത്. എനിക്ക് കാണുന്നില്ല ചുറ്റുമൊന്നും. ഞാൻ വാടിന്ന് ഇറങ്ങി ഓടി. പിള്ളേരൊക്കെ പേടിച്ചു പോയി, എന്ത് പറ്റി, ഞാൻ പാസ്സായി എന്ന് മാത്രം പറഞ്ഞിട്ട് ഒറ്റ ഓട്ടമായിരുന്നു. എന്താ പറയാ മാഡം, പിന്നെ സ്പീക്കിംഗ് ഞാൻ നന്നായി സ്ട്രഗിൾ ചെയ്യുമായിരുന്നു ഫസ്റ്റ്. എനിക്കൊന്നും പറയുമ്പോ ഒക്കെ സ്റ്റക്കായി പോവായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അതിനങ്ങനെ നീതുജി ചേർന്ന് കഴിയുമ്പോഴാണ് അതിന് ക്രൈറ്റീരിയ ഉണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി സംസാരിക്കണം, എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാൻ ട്യൂട്ടേഴ്സും. ഇത്രയും നല്ല, അത് സർപ്രൈസ് ആണ് എനിക്ക് എന്റെ സ്കോർ. സ്പീക്കിംഗ് ഒട്ടും അറിയാത്ത ഞാൻ സ്കോർ വാങ്ങിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷം. സ്പീക്കിംഗിന്റെ സ്കോർ 380. ഒരു വാക്ക് പോലും പറയാൻ അറിയാത്ത എനിക്ക് 380. ഭയങ്കര സന്തോഷം. അപ്പൊ കാണുന്ന എന്നെ പോലെ സ്പീക്കിങ്ങിന് ഇങ്ങനെ പറയാൻ പറ്റാത്ത കുട്ടികൾ ഒരുപാട് OET ട്രൈ ചെയ്യാൻ മടിച്ചു നിൽക്കുന്നവരുണ്ട്. അവരോട് പറയുക നമുക്ക് വേണ്ടിയുള്ളവരാണ് ഇതാണ് നീതൂസ്, നമ്മളെ പോലുള്ളവർക്കുള്ളതാണ്. ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം, എന്തായാലും കിട്ടും. അവരോട് പറയുക എന്തായാലും നമ്മളെ പോലുള്ളവർക്ക് വേണ്ടി ദൈവം തന്നതാ. മാഡം, നീതൂസും ദൈവവും കൂടെ ഉണ്ടെങ്കിൽ OET ഉറപ്പാ. ഒരുപാട് പിന്നെ എല്ലാ ട്യൂട്ടേഴ്സിനോടും താങ്ക്സ് മാം. ശ്രീദേവി, ഒരുപാട് സന്തോഷം. ഹാർട്ട് ടച്ചിങ് വേർഡ്സ്. ഒത്തിരി സന്തോഷം കേട്ടോ. ശ്രീദേവിയുടെ ആ ഒരു ഇമോഷൻ ഔട്ട്ഫ്ലോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അത് മനസ്സിലാവുന്നുണ്ട് അല്ലെ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എക്സൈറ്റ്മെന്റ് കാരണമാണ് ഓരോ കാര്യങ്ങൾ അല്ലെ ഒന്നൊന്നീന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്യുക. യെസ്, എക്സാക്ട്ലി, റിയലി ഗുഡ്. ഓക്കെ, ഒത്തിരി സന്തോഷം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു എനർജിയാണ് ഇനിയുള്ള ജേർണിയിൽ നീതൂസിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. ഓക്കെ, സോ ഗോഡ് ബ്ലെസ് യു ഓൾ. യെസ്, ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ബ്ലെസ്സിങ്ങിന്റെ പാർട്ടാണ്. നിങ്ങളാണ് നീതൂസ്, അല്ലെങ്കിൽ ഇവിടെ പഠിച്ച് ഇറങ്ങി പാസ്സായി പോകുന്ന സ്റ്റുഡൻസ് ആണ് നീതൂസ് എന്ന് പറയുന്നത് അല്ലെ. അതെ, നീതൂസിന്റെ ഇനി വരാനുള്ള സ്റ്റുഡൻസിന്റെ ഇൻസ്പിറേഷൻ ഇന്ന് റിസൾട്ട് കിട്ടി പുറത്തു പോകുന്ന സ്റ്റുഡൻസ് ആണ്.
ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. ഗോഡ് ബ്ലെസ് യു ഓൾ. വി വിൽ മൂവ് ഓൺ വിത്ത് ജിൻഷാവി. യെസ് ജിൻഷ. ശരിക്കും ഞാൻ ഈ വിന്നേഴ്സ് മീറ്റിലല്ല, കഴിഞ്ഞ വിന്നേഴ്സ് മീറ്റിൽ അറ്റൻഡ് ഉണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് പറയുന്നെങ്കിൽ സണ്ണി സാറിന്റെയും വിനോദ് സാറിന്റെയും ക്ലാസ്. വിനോദ് സാറിന്റെ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എടുക്കണം, എന്തായാലും കിട്ടും, അങ്ങനെ ഭയങ്കര മോട്ടിവേഷൻ. ഗ്രേറ്റ്. ഓക്കെ. ലിസണിങ്ങിന് എത്ര സ്കോർ? ലിസണിങ്ങിന് 420. യെസ്. ആ പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ലേ. ഞാൻ വിന്നേഴ്സ് മീറ്റ് എടുത്ത് കാണും വെറുതെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അതിങ്ങനെ കണ്ട് ഓരോരുത്തർ പറയുന്ന കേൾക്കുമ്പോൾ വിചാരിക്കാം പറ്റും ഇങ്ങനെ വിചാരിച്ച് ഇതാക്കും. അപ്പൊ നിങ്ങൾക്ക് മുന്നേ പഠിച്ചു പോയ അല്ലെ വിന്നേഴ്സിന്റെ എക്സ്പീരിയൻസിന്റെ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയേക്കുന്നത്. ഇനി നിങ്ങളെ കണ്ട് ഒരുപാട് ആളുകൾ വിന്നേഴ്സ് ആയിട്ട് ഇവിടെ വന്നിരിക്കാനുണ്ട്. ഒരുപാട് സന്തോഷം. നമ്മള് ബാക്കിയുള്ളവരുടെ ലൈഫിന് അല്ലെ ഒരു ഇൻസ്പിറേഷൻ ആവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബ്ലെസ്ഡ് ആണ്. ഓക്കെ. രാജി മോൾ ജോർജ്. രാജി മാം, ഞാൻ ഒരു ക്രാഷ് കോഴ്സ് ആണ് അറ്റൻഡ് ചെയ്തത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് മാം. നേരത്തെ ചില ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്നേ. കുറച്ച് മുമ്പേ വരാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷെ എൻ്റെ ടീം വളരെ നല്ല ടീമാണ്. മാമിന്റെ പ്രത്യേകിച്ച് മാമിന്റെ പോസിറ്റീവ് വൈബ്സും അതുപോലെ എല്ലാ ടീം നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാവരുടെയും ഗ്രാമറും റീഡിങ് റൈറ്റിങ് എല്ലാം ഇൻഡിവിജ്വൽ ട്യൂട്ടേഴ്സ്, എൻ്റെ ദിവ്യ മാം, ചാന്ദിനി മാം, അവരൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. പിന്നെ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമ്മൾ നീതൂസ് അക്കാഡമിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി, ബാക്കി ടീം അങ്ങ് ചെയ്തോളും. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത്രയും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എല്ലാവരും പറഞ്ഞ പോലെ വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ദൈവം എല്ലാം പിന്നെ ടീമിനെ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സന്തോഷം ഫോർ യുവർ കൈൻഡ് വേർഡ്സ്, ഇൻസ്പയറിംഗ് വേർഡ്സ് അല്ലെ. ഒത്തിരി സന്തോഷം. ഒരുപാട് മനസ്സ് നിറഞ്ഞാണ് ഇന്നത്തെ വിന്നേഴ്സ് മീറ്റ്. ഒത്തിരി സന്തോഷം. വീണ്ടും അടുത്ത ഒരു വിന്നേഴ്സിന്റെ നീതൂസ് എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്തു. ഇത് കണ്ട് ഇനിയും ഒരുപാട് ആളുകൾ ഇൻസ്പയർഡ് ആയിട്ട് OET എഴുതാനുണ്ട്. എത്രയും പെട്ടെന്ന് OET എഴുതി അവരുടെ ഡ്രീം കൺട്രിയിലോട്ട് പോവാനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എടുത്ത ഡിസിഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെ. പഠിക്കാൻ തീരുമാനിച്ചു എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നിങ്ങൾ ചൂസ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് രണ്ടാമത്തെ കാര്യം. 3, നിങ്ങൾ തെരഞ്ഞെടുത്ത ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇല്ലായിരുന്നു അല്ലെ. നോ വേ ഔട്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വളരെ ഓൺ ടൈമിൽ, കുറച്ച് പേര് പറഞ്ഞു നേരത്തെ വരേണ്ടതായിരുന്നു. എപ്പോഴും നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഇറ്റ് ഇസ് എ ഡെസ്റ്റിനി അല്ലെ. നിങ്ങൾ ഇവിടെ എത്തിച്ചേരും, നിങ്ങൾ ഇവിടെ എത്തി. ഞാനെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ അടുത്തിരുന്ന് ഇതുപോലെ സംസാരിക്കും അല്ലെ. എല്ലാ കാര്യങ്ങളും ഇറ്റ് ഇസ് കണക്റ്റഡ് അല്ലെ. അതെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന ഈ എനർജിയും ഈ ഒരു ബോണ്ടും ഇതെല്ലാം എന്താണ്, നഴ്സിംഗ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ എന്താ പറയണ്ടേ, ലിങ്ക് ചെയ്ത് കിടക്കണ ഒരു സാധന അല്ലെ. അതെ. അപ്പൊ ഇന്ന് തൊട്ട് ഇനി നിങ്ങൾ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോവാം അല്ലെ. CBT ആയി, OSCE ആയി, ന്യൂസിലാൻഡിന്റെ പ്രോസസ്സിംഗ് ആയി അല്ലെ. അതെ, ആപ്റ്റിറ്റ്യൂഡ് ആയി, DL-നുള്ള ആപ്ലിക്കേഷനായി, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാ കാര്യത്തിനും നീതൂസ് കൂടെയുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് കോൺടാക്ട് കാര്യങ്ങളും ഒക്കെ കിട്ടിക്കാണും. ബാക്കി കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ അവിടെ എത്തും. നിങ്ങൾ അവിടെ എത്തി അല്ലെ. നിങ്ങൾ പോകുന്ന ബോർഡിംഗ് പാസും നിങ്ങളുടെ ഫാമിലി ജോയിൻ ചെയ്യുന്ന എയർപോർട്ടിൽ റിസീവ് ചെയ്യുന്ന റീലിന്റെ ലിങ്കും, ഇത് രണ്ടും ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഓൾറെഡി യു ഗേവ് മീ എ ഫുൾ B സ്കോർ കാർഡ് അല്ലെ. യു ക്രാക്ക്ഡ് ഇറ്റ്. സോ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേജ് ആണ്. യു ആർ ഗോയിങ് ടു റീലൊക്കേറ്റ് ടു യുവർ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് യുവർ ലൈഫ് അല്ലെ. ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം. ഇന്ന് ഇത്ര അധികം സ്റ്റുഡൻസിന്റെ അല്ലെ, കുറെ പേരൊക്കെ ഡ്യൂട്ടിയിലായതുകൊണ്ടാണ് ജോയിൻ ചെയ്യാത്തത്. സോ ഇത്ര അധികം സ്റ്റുഡൻസിന്റെ ഫാമിലി, നിങ്ങളുടെ പേരൻസ്, നിങ്ങളുടെ ഇൻലോസ് ഉറപ്പായിട്ടും ഒരു വട്ടമെങ്കിലും നീതൂസിനെ ഇന്ന് ആലോചിച്ചിട്ടുണ്ടാവും അല്ലെ. എങ്ങനെയാണ് അത് കണക്ട് ചെയ്യപ്പെടുന്നതെന്ന് നിങ്ങൾ നോക്കിയേ. ഞാൻ കണക്ട് ചെയ്യപ്പെട്ടത്, നീതൂസ് കണക്ട് ചെയ്യപ്പെട്ടത് നിങ്ങളോടാ അല്ലെ. പക്ഷെ അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ആ എൻറ്റയർ ഫാമിലിക്കാണ്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം. ഇനിയും ഈ ജേർണി ഇങ്ങനെ തന്നെ തുടരും. ഒരുപാട് ആളുകൾ വരാനുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട് നീതൂസ് ഇനി ഇവിടെ ഉണ്ടാവണം. സോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക. സോ ഗോഡ് ബ്ലെസ് യു ഓൾ.
All the very best.